ബീഹാറിൽ വിദ്യാർത്ഥി സമരത്തിന് നേർക്ക് ഒരു പോലീസുകാരൻ AK-47 തോക്ക് ചൂണ്ടിയത് വൻ വിവാദമായിരിക്കുകയാണല്ലോ. എന്താണ് AK-47 എന്ന അപകടകാരിയായ ആയുധത്തിന്റെ കഥ? ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ മനുഷ്യനെ കൊല്ലുന്ന ഒരായുധവും ഞാൻ നിർമ്മിക്കില്ല. കർഷകർക്ക് പ്രയോജനം ചെയ്യുന്ന എന്തെങ്കിലും ഉപകരണമായിരിക്കും ഞാൻ നിർമ്മിക്കുക. ലോകത്തെമ്പാടുമുള്ള യുദ്ധക്കളങ്ങളിലും സംഘർഷ മേഖലകളിലും കൊല്ലപ്പെട്ട നിരപരാധികളായ മനുഷ്യരുടെ രക്തം നീതിക്കായി നിലവിളിക്കുന്നത് പോലെ എന്റെ ചെവികളിൽ മുഴങ്ങുന്നു. 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങളിൽ ഒന്നായി അറിയപ്പെട്ട AK-47 എന്ന യന്ത്രത്തോക്കിന്റെ ഉപജ്ഞാതാവ് പ്രൊഫസർ അലക്സാണ്ടർ മിഖായേൽ കലാഷ്നിക്കോവിന്റെ വാക്കുകളാണിത്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജർമ്മൻ സൈന്യത്തിന്റെ ആക്രമണത്തിൽ മാരകമായി പരിക്കേറ്റ് ആശുപത്രിയിൽ കിടക്കുമ്പോഴാണ് സോവിയറ്റ് യൂണിയന്റെ ചെമ്പടയ്ക്ക് വേണ്ടി മികച്ച ഒരായുധം നിർമ്മിക്കണമെന്ന് പട്ടാളക്കാരനും ആയുധ നിർമ്മാതാവുമായ അലക്സാണ്ടർ മിഖായേൽ കലാഷ്നിക്കോവ് തീരുമാനിക്കുന്നത്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ നാസികളോട് ഏറ്റുമുട്ടി വൻതോതിൽ റഷ്യൻ സൈനികർ മരണപ്പെട്ടതും പുതിയ തോക്ക് കണ്ടെത്താനുള്ള പ്രേരണയായി. അങ്ങനെ 1947 ജൂലൈ 6 ഔട്ടോമാറ്റ് കലാഷ്നിക്കോവ് 47 നിർമ്മാണം ആരംഭിച്ചു. ഉപജ്ഞാതാവിന്റെ പേരിലെ അക്ഷരങ്ങളും നിർമ്മാണം ആരംഭിച്ച വർഷവും ചേർന്നുള്ള പേര് 80 വർഷമാകുമ്പോഴും അതേ വീര്യത്തോടെ നിൽക്കുന്നു. ലോകം ഏറ്റവും കൂടുതൽ ഉരുവിട്ട റഷ്യൻ വാക്ക് പോലും ഒരുപക്ഷെ കലാഷ്നിക്കോവ് തന്നെയാകും. ലോകമെമ്പാടുമുള്ള സൈനികർക്കും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും മാത്രമല്ല, ഭീകരപ്രവർത്തകർക്കും ഈ തോക്ക് ഇത്രയും പ്രിയപ്പെട്ടതാകാൻ എന്തായിരിക്കും കാരണം? അതിന്റെ അതിമാരകമായ പ്രഹരശേഷി തന്നെയാണ് ഒന്നാമത്തെ കാരണം. ആയുധമേഖലയിലെ വിദഗ്ധർ പറയുന്നത് AK-47 തോക്കിൽ നിന്ന് വെടിയേറ്റാൽ ജീവൻ ബാക്കി ഉണ്ടാകില്ലെന്നാണ്. മറ്റൊന്ന് കൃത്യതയാണ്. കടുകിട തെറ്റാത്ത ഉന്നം. ബൈനോക്കുലർ ഘടിപ്പിച്ചാൽ 1 കിലോമീറ്റർ വരെ ദൂരത്തുള്ള ആൾക്കൂട്ടത്തിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുത്ത് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. വെള്ളത്തിനടിയിലും തീതുപ്പും മഞ്ഞും മഴയും മരുഭൂമിയുടെ വെന്തുരുകുന്ന ചൂടോ ഒന്നും ഈ ആയുധത്തിന്റെ തടസ്സമേയല്ല. വിറയ്ക്കാത്ത കൈകളെയും ലക്ഷ്യം പിഴയ്ക്കാത്ത കണ്ണുകളെയും AK-47 ചതിക്കില്ല. മറ്റൊരു പ്രത്യേകത വേഗമാണ്. ട്രിഗറിൽ ഒന്ന് തൊട്ടാൽ സെക്കൻഡിൽ 4 വെടിയുണ്ടകളാണ് ലക്ഷ്യത്തിലേക്ക് പായുന്നത്. സിനിമകളിൽ കാണുന്നത് പോലെ തീമഴ പോലെ അത് ലക്ഷ്യം തേടി ചെല്ലും. ലോകമെമ്പാടും ഏറ്റവും വ്യാപകമായി ഉപയോഗിച്ചു വരുന്ന അസാൾട്ട് റൈഫിൾ AK-47 തന്നെയാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുണ്ടായ യുദ്ധങ്ങളായ വിയറ്റ്നാം, പലസ്തീൻ, ക്യൂബ, ഇറാഖ്, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിലെല്ലാം സൈന്യങ്ങളും പ്രതിയോഗികളും ഈ തോക്കാണ് ഉപയോഗിച്ചത്. വിയറ്റ്നാം യുദ്ധകാലത്ത് അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ട വിയറ്റ്നാം സൈനികരുടെ കയ്യിലുള്ള AK-47 തോക്കുകൾ കൈക്കലാക്കിയാണ് യുദ്ധം ചെയ്തത് എന്ന് ഈ തോക്കിന്റെ 60-ാം വാർഷികത്തിൽ കലാഷ്നിക്കോവ് തന്നെ വെളിപ്പെടുത്തിയിരുന്നു. ഇതുവരെ ലോകമെമ്പാടും 100 ലക്ഷത്തിൽ പരം തോക്കുകൾ ഉണ്ടെന്നാണ് റഷ്യൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ കണക്ക്. ഭീകരപ്രവർത്തകരായ തമിഴ് പുലികൾ, അൽ-ഖ്വയ്ദ, കാശ്മീരി ഭീകരവാദികൾ, മാവോയിസ്റ്റ് തീവ്രവാദികൾ എന്നുവേണ്ട ലോകത്തെ എല്ലാ ഭീകരരുടെയും പ്രിയപ്പെട്ട ആയുധവും ഇതുതന്നെ. ജീവിതകാലം മുഴുവൻ നിരീശ്വരനായി ജീവിച്ച കലാഷ്നിക്കോവ് 91-ാം വയസ്സിലാണ് റഷ്യൻ ഓർത്തഡോക്സ് സഭയുടെ അംഗമായി മാമോദിസ സ്വീകരിച്ചത്. റഷ്യൻ ഓർത്തഡോക്സ് സഭയുടെ പാത്രിയാർക്കീസിന് അദ്ദേഹം എഴുതിയ കത്തിലെ വാക്കുകൾ ഇപ്രകാരമാണ്: ലോകത്ത് ഏറ്റവും അധികം മനുഷ്യർ കൊല്ലപ്പെടാൻ ഞാൻ നിമിത്തമായതിൽ എനിക്ക് വേദനയുണ്ട്. റഷ്യൻ ഓർത്തഡോക്സ് സഭയുടെ പാത്രിയാർക്കീസിന്റെ മറുപടി ഇതായിരുന്നു: അങ്ങ് റഷ്യയുടെ ധീരനായ യോദ്ധാവാണ്. റഷ്യ ലോകത്തിന് നൽകിയ വിലമതിക്കാനാവാത്ത സമ്മാനമാണ് താങ്കളുടെ കണ്ടുപിടുത്തം. ലോകത്തെല്ലായിടത്തും അതിർത്തി കാക്കുന്ന കരങ്ങൾക്ക് കരുത്ത് പകർന്നത് അങ്ങ് നിർമ്മിച്ച ആയുധമാണ്. 1999 പ്രൊഫസർ കലാഷ്നിക്കോവ് ഡൽഹി സന്ദർശന വേളയിൽ തമാശയായി പറഞ്ഞു: എന്റെ തോക്കുകൊണ്ട് ആരെങ്കിലും എന്നെയും വധിക്കുമോ എന്നാണ് എന്റെ ഭയം. ലോകത്തെ ഏറ്റവും മികച്ച സുരക്ഷാ വലയത്തിൽ ജീവിച്ച അദ്ദേഹം 2013 ഡിസംബർ 23 94-ാം വയസ്സിലാണ് അന്തരിച്ചത്.